ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആഫി ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഈ നെച്ചോറായാലും ഫ്രൈഡ് റൈസ് ആയാലും ഇതേ സെയിം മെത്തേഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇതിൻ്റെ വൈറ്റ് കളർ മാറാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 5 ഗ്ലാസ് അരിയാണ്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ 3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. 3 പ്രാവശ്യം തന്നെ കഴുകണേ. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത് നമ്മൾ 3 പ്രാവശ്യം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ. ഇനി നമുക്കൊരു അടുപ്പിലേക്ക് 5 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. വിനേഗർ ഒഴിക്കുന്നത് നമ്മൾ ചോറിൻ്റെ കളറ് മാറാതിരിക്കാനാണ്. നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിക്കുന്നത് നമ്മൾ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്ക് 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മനസ്സിലായോ? നമ്മൾ നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണെങ്കിൽ നമ്മൾ അരി നല്ല ഒട്ടിപ്പിടിക്കാതെ ചൂടാവട്ടെ. ആ സമയം കൊണ്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. ആ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് നെയ്യ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. നമ്മൾ ഈ എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറി നല്ലൊരു ഫ്രൈ ആവുന്ന വരെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അരിയുടെ കളറൊന്നും മാറാൻ പാടില്ല, വെള്ളം ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലായിരുന്നോ, അതിൽ വിനേഗറും ഉപ്പും പിന്നെ നാരങ്ങ നീരൊക്കെ ഇട്ട ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാണ് ഇതൊന്ന് വെന്തോട്ടെ. മീഡിയം ഫ്ലെയിമാണേ. അരി ചെയ്താലും ഇതേ സെയിം മെത്തേഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് റൈസ് തന്നെ കിട്ടും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഇനി നമുക്കിതൊന്ന് ചോറ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒന്നും കൂടെ പറയാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇതിൽ വെള്ളമുണ്ട്. ഒരുവിധ അരി വേവാറായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തീ ഇത്തിരി ഒന്നും കൂട്ടി വെക്കാവേ കേട്ടോ. കാരണം പല അരിക്കും പല വേവല്ലേ, അതുകൊണ്ടാണ്. നമുക്കിത് ഫുള്ളും വേവേണ്ട, ഒരു 3/4 ഭാഗം മാത്രം വെന്താൽ മതി. 3/4 ഭാഗത്തിന് ഇത്തിരി കൂടാ. നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചാൽ മതി, അത് പെട്ടെന്ന് പറ്റിക്കോളും. തുറന്ന് വെച്ചിട്ട് തീ കൂട്ടി വെക്കണം. നമ്മൾ തീ കൂട്ടി ഇതാ ചോറൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് കൂടെ ഒന്ന് മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുന്തിരിങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. ഈ ഇടുന്നേക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണേ.
അപ്പം അടുത്ത് നമ്മൾ ഇടുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണേ. കാരണം ഈ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഈ ചോറ് വരുമ്പോൾ സൂപ്പറാണ്. ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇടാനുള്ളത് കുറച്ച് നെയ്യാണ്. അപ്പം നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും കൂടെ. എന്ത് കളർഫുള്ളല്ലേ കാണാൻ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിലായിരിക്കണേ. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ 3 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ സൂപ്പർ മണമാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചോറ് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിൻ്റെ വൈറ്റ് കളർ നല്ലോണം മാറിയിട്ടില്ല. അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കുക. ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടമുണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓളം ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്കും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കണേ. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.